രമേശേട്ടാ, ഇതിപ്പോ ഉത്സവകാലമാണ്, ഓണക്കാലമാണ്. ഓണക്കാലത്ത് മുൻപ് സംഭവിച്ച കുറച്ച് നല്ല ഓർമ്മകൾ ഒന്ന് ഷെയർ ചെയ്യാവോ? മുമ്പ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മുമ്പ് ബാങ്കിൽ നിന്ന് വിളിയില്ലായിരുന്നു. ഇപ്പൊ ബാങ്കിൽ നിന്ന് നല്ല വിളിയുണ്ട്. ഗഡുമുടങ്ങി എന്ന് പറഞ്ഞ് വിളിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. രമേശ് ചേട്ടന് ചില നേരത്ത് ചില ആളുകളോട് വളരെ ആദ്യം സ്നേഹമുള്ളവരോടാണ് രമേശ് ചേട്ടൻ എല്ലാവരും കൂടുതൽ കളിയാക്കുക. ഈ രമേശ് ചേട്ടൻ എന്നെ കളിയാക്കിയ ഒരു കഥ പറയാം. അതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അമർ അക്ബർ തോണിക്ക് മുമ്പ് ജയറാം ഷോ ചെയ്തു. അപ്പോൾ നാദൃഷ്ക ഡയറക്ഷൻ, രമേശ് ചേട്ടനുണ്ട്, ധർമ്മേട്ടനുണ്ട്, പ്രിയാമണി ഉണ്ട്, ഉണ്ണിയേട്ടനുണ്ട്. അങ്ങനെ വലിയ താരങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിൽ ഈ പറഞ്ഞ വലിയ തിമിംഗിലെ സ്രാവുകളുടെ കിടക്കയിൽ പൂഞ്ഞാട്ടിയൊക്കെ ആയിട്ട് ഞാനും വിഷ്ണുവും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ജയറാം ഷോയിൽ എനിക്ക് വിഷ്ണുവിന് പിന്നെ റോളുണ്ട്, എനിക്ക് റോളില്ല. എനിക്ക് ആകെയുള്ള വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലി കളിക്കുമ്പോൾ വിഷ്ണു പുലിയുടെ വേഷത്തിൽ വരും, ഞാനൊരു സായിപ്പിൻ്റെ വേഷത്തിൽ തോക്കും പിടിച്ചിട്ട് വരണം. 3.5 മണിക്കൂർ ഷോ ഉണ്ട് ടോട്ടൽ. പക്ഷേ ഞാൻ 3.5 മണിക്കൂർ ഷോയ്ക്ക് ഒരു മണിക്കൂർ മുമ്പേ വന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഈ സായിപ്പിൻ്റെ ഒരു വിഗ് ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ടിരിക്കും. ഇദ്ദേഹം വന്നിട്ട് എന്നെ കണ്ടിട്ട് നാണമില്ലടാ എന്നും പറഞ്ഞൊരു പോക്ക് പോകും. എപ്പോഴും എല്ലാ സ്റ്റേജുകളിലും എന്നെ ഈ വിഗിൻ്റെ പേരിൽ കളിയാക്കും. ഉമ്മൻചാണ്ടിയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്താണ് ഒരെണ്ണം, പിന്നെ പറയും മറ്റേ തമിഴ്നാടിന്റെ വൈക്കോലാണ് ഒരെണ്ണം. പിന്നെ ഇങ്ങനെ ഓരോ തവണ അറിയാമോ, ഷോയിൽ ഒരു 8:30 ഇവന് 5 മണിക്ക് ഇത് ഒരുങ്ങിയിട്ടിരിക്കുന്നതിനകത്തൊരു ദുരുദ്ദേശമുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് പോയി വണ്ടിയിൽ നിന്ന് മറ്റേതിങ് എടുത്തോണ്ടോ, അയ്യോ മറ്റേ ബാഗ് അവിടെ പോയി, ഫ്രണ്ടിൽ പോയിട്ട് മറ്റേ ഓഡിയോ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാല് കോസ്റ്റ്യൂം ഇട്ട് പോയി ചേട്ടോ പറഞ്ഞിട്ട് ഇവൻ 5 മണിക്ക് ഇവൻ ഇതും വെച്ചിട്ട് ഇരുന്ന പണിയെടുക്കാതിരിക്കാൻ വെക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതെ, അപ്പൊ ഈ വിഗും വെച്ച് ഈ വിഗിനെ കളിയാക്കല, നിനക്ക് നല്ല പണിക്കാത്ത മുടിയുണ്ടല്ലോ, പണിയെടുത്ത് നിന്നൂടെ, എന്തിനാണ് ഈ വിഗും വെച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയല. ലാസ്റ്റ് ഈ വിഗിന്റെ പേരിൽ കേൾക്കാത്ത ഒന്നുമില്ല. എനിക്ക് ആ ഷോ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോന്നാ മതി എന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ദൈവം ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. ആ ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഈ വിഗ് കിട്ടും ചോദിച്ചു. പിന്നെ എന്നെ വെച്ചിട്ട് പോയി. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ജയറാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പടമൊക്കെ ഇറങ്ങി. കുറേ നാൾക്ക് ശേഷം രമേശ് ചേട്ടൻ്റെ വിളിയാണ് ഒരു തവണ ഫോണിൽ, നീ എവിടെ ഉണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന സ്ഥലത്തുണ്ട്. ദൈവം ഉണ്ടടാ. പുള്ളി ഇങ്ങോട്ട്. അപ്പം ഞാൻ ദൈവമുണ്ട്, ദൈവം ഉണ്ടടാ. ഞാൻ പറഞ്ഞു എന്താ കാര്യം? വേറെ ഒന്നുമല്ല, അന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തത് വിഗ്, അത് ഈ മറ്റേ വാഴക്കാലയിലൊരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൽ ആ വിഗ് തിരിച്ചു കൊണ്ടേ കൊടുത്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സായിപ്പിന്റെ വേഷം ഇങ്ങേര് ചെയ്തപ്പോൾ ആ വിഗ് തലയിൽ കറങ്ങി തിരിഞ്ഞ് പുള്ളിയുടെ തലയിൽ വന്നത്. സെയിം വിഗ്. സത്യല്ലേ? എന്നിട്ട് ദൈവം ഉണ്ടടാന്ന് പറഞ്ഞ് ഇത് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോ, ആടുപുലിയാട്ടം കണ്ടോ ആ വിഗ്? ഞാൻ ആടുപുലിയാട്ടത്തിൽ മേക്കപ്പ് പറയുമ്പോ ഈ പുള്ളി ഇതിങ്ങനെ എടുത്തപ്പോഴും എനിക്ക് എവിടെയോ കണ്ടുപോകുന്ന വിഗാണല്ലോ ദൈവമേ. ഞാൻ ചോദിച്ചു, ഇത് ആർക്കാ? തന്റെ തലയിൽ വെക്കാനുള്ള വിഗാന്ന് പറഞ്ഞ് അതെടുത്ത് എന്റെ തലയിലോട്ട്. ശരിക്കും ഏത് സീനാണ് അവിടെ നടന്നതെന്ന് അറിയാമോ? മണിച്ചിത്രത്താഴുള്ള സീനാണ് അവിടെ കറക്റ്റ് ആയിട്ട് നടന്നത്. എവിടെയോ അപ്പൊ വിഗ് തിരുമേനി മറന്നു. പണ്ട് അമേരിക്കയിൽ നമ്മുടെ തലയിൽ വിഗിന്റെ തലയിൽ. അയ്യോ ദൈവമുണ്ട് അല്ലേ രമേശേട്ടാ? കിട്ടും. ഈ ദൈവമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ചില സമയത്ത് ദൈവം കയറി വർക്ക് ചെയ്യും. അതായത് ഞാനും ധർമ്മജനും കൂടെ ഈ അടുത്ത കാലത്തൊരു ചെറിയ ഡിസ്കഷനും എഴുത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തേക്ക് ഒരു റൂം എടുത്തു. അപ്പോൾ റൂം റെന്റ് 25,000 രൂപയായി. ഞങ്ങൾ തമ്മിൽ ഈക്വലി ഷെയർ ചെയ്യാൻ തീരുമാനിച്ച് പിരിയുകയും ചെയ്തു. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ധർമ്മ പറഞ്ഞു, ധർമ്മ അതിൻ്റെ ഷെയർ ഇടാ, അത് ഞാനേ ഇച്ചിരി എലക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ അങ്ങനെ അല്ലല്ലോ, നീ പൈസ തരണ്ടേ എന്ന് പറഞ്ഞു. 12,000 എന്നുള്ളത് ഇവൻ പേശി ഇവൻ 10 ആക്കി. 12,500 തരണമല്ലോ. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട്, അക്കൗണ്ടിലില്ല, ഒന്നുമില്ല. പിന്നെ അവനത് 7 ആക്കി. പിന്നെ ഒരു മനുഷ്യൻ സംസാരിക്കണം, ഞാൻ പിന്നെ എൻ്റെ സമയം കളഞ്ഞ് 1/2 മണിക്കൂർ സംസാരിച്ച് ഇവൻ ഇത് 5,000 ആക്കി. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ 5,000 ഇട്. ഇപ്പോൾ 12,500 തരണ്ട. ഇവൻ എന്നോട് ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോൾ ഒരു 2,500 അങ്ങ് ഇട്ട് തരാം, ബാക്കി നമുക്ക് പിന്നെ കണക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഗൂഗിൾ പേ വഴി എനിക്ക് 2,500 ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഇട്ട് തന്നു. ടിങ്ങെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, ധർമ്മജ ദൈവമുണ്ട്. എന്താടാ? കുത്തിയപ്പോൾ ഒരു 0 കൂടിയായിരുന്നു, 25,000 വന്നേക്കുന്നത്. ഇനി 12,500 ചന്ദനം ചാലിച്ച് തൊട്ടാൽ മതി, ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു. ദൈവമുണ്ട്.